ഹലോ ഹായ്. അപ്പം റംബൂട്ടാൻ കുറച്ച് എൻ്റെ ചേട്ടത്തിയുടെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നായിരുന്നല്ലോ, അത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. പറിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ കുറച്ച് നമ്മൾ കഴിച്ചു. ഇനി കുറച്ച് ഞാൻ അച്ചാറിടാൻ പോവുകയാണ്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അച്ചാറിടാം. അപ്പോൾ റംബൂട്ടാനെല്ലാം നമ്മളൊന്ന് ഇളക്കി വൃത്തിയാക്കുകയാണ്. അതിനകത്ത് നല്ല നണ്ട ഞാൻ അത് ഇരുമ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നടുക്കൂടെ ഒന്ന് കീറിയിട്ട് അത് എടുത്ത് വെക്കുകയാണ്. പിന്നെ കുറേ അല്ലാണ്ട് എല്ലാം വൃത്തിയാക്കി. ആ കേടൊരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് മാറ്റി. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം ഉപ്പും കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കുറച്ച് നേരം അവിടെ വെച്ചിരുന്നു. ഇനിയാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. ആ സമയത്ത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം. സ്വർണത്തിൻ്റെ വിലത്തുള്ളി അരിഞ്ഞതും അരിയാത്തതുമായിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയുണ്ട്, ഇഞ്ചിയുണ്ട്, കുറച്ച് പച്ചമുളക്, വറ്റൽമുളക്. പക്ഷേ കാന്താരി ഉണ്ടെങ്കിൽ അത് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ കാന്താരി ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വർണ്ണ എണ്ണ നമുക്ക് പേര് മാറ്റാം. കടുക് പൊട്ടി, ഇനി ഉലുവ. ഞാൻ എല്ലാ ഐറ്റംസും കൂടെ മിക്സ് ചെയ്ത് എല്ലായിടും സൂപ്പർ മഴയാണ്. എല്ലായിടവും മഴയാണല്ലേ. ഇവിടെ നല്ല മഴ. നമ്മുടെ വീടിൻ്റെ മുകളിലെല്ലാം നല്ല വെള്ളം കെട്ടി. ഇവിടെ എല്ലാം നല്ല വെള്ളവും തണുപ്പുമാണ്. ഈർപ്പം വരുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് തണുപ്പും വെള്ളവും. നമ്മുടെ പരിസരം മൊത്തം ഊറ്റാണ്. നമ്മുടെ ഇവിടെ വീടിൻ്റെ അടിക്കൂടെയാണ് ഊറ്റ് വരുന്നത്. നമ്മളിവിടെ റെൻറ്റിന് താമസിക്കുന്ന വീടാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിക്കൂടെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ഊറ്റും വെള്ളവും സാഹചര്യത്തിലാണ് നമ്മളിപ്പം. എല്ലാവരും ഇങ്ങനെ ആയിരിക്കും. എല്ലാ സ്ഥലങ്ങളിലും ബുദ്ധിമുട്ടല്ലേ. എൻ്റെ ഹസ്ബൻഡ് പറയും ഇതിലും ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് വെള്ളം. അപ്പം ശരിയാണ്. അപ്പം നമ്മുടെ ബുദ്ധിമുട്ടൊന്നുമല്ല എന്ന് നമ്മൾ ഓർക്കും. എന്നിരുന്നാലും തണുപ്പ് ഭയങ്കരമാണ്. ഈ സമയത്താണ് ഞാൻ റംബൂട്ടാൻ അച്ചാറിടുന്നത്. അപ്പം ഈ വെളുത്തുള്ളി, ഇഞ്ചി, ചേർത്തായിരുന്നല്ലോ ഇത് റെഡി. സമയം കുറച്ച് വിനാഗിരി ഒഴിക്കാം. കൂട്ടാൻ നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാം. ഇപ്പോൾ റംബൂട്ടാൻ്റെ സീസണാണ്. ഇതുപോലെ കിട്ടുമ്പോൾ ഇതുപോലെ ഇതിൻ്റെ അകത്ത് അരി കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അരി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. പുളിയും മധുരവും എരിവും എല്ലാം കൂടെ ചേരുമ്പോൾ അടിപൊളിയാണ്. ഉപ്പ് വേണം. കുറച്ചും കൂടെ വിനാഗിരി വേണമെന്ന് തോന്നുന്നു. നീ എന്നെ കാണിച്ചു. സൂപ്പർ. പുളി, നമ്മുടെ എരിവും പുളിയും മധുരവും എല്ലാം കൂടെ ആയ ഒരു സൂപ്പർ അച്ചാർ.